Gold City, wide collections of jewels. Convent Road, Vadagara. Phone 0496 251 5315 252 3883. നമുക്കറിയാം ഈ 23 വർഷങ്ങൾ ഒരു പടുവൃക്ഷമായി ഇങ്ങനെ ഉയർന്നു നിൽക്കണമെങ്കിൽ ഗോൾഡ് സിറ്റിയുടെ ഏറ്റവും വലിയ പിന്തുണ അല്ലെങ്കിൽ സപ്പോർട്ട് എന്ന് പറയുന്നത് നമ്മൾ ഓരോ കസ്റ്റമേഴ്സുമാണ്. സോ കസ്റ്റമേഴ്സിനെ ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് ഒരു നല്ല കയ്യടി നമുക്ക് സമ്മാനിക്കാം. മേക്കിംഗ് ചാർജിൽ ഏറ്റവും കുറവുള്ള നമ്മുടെ സ്വന്തം ജ്വല്ലറി, ആന്റിക്, ഇറ്റാലിയൻ, വാക്സ് ഗോൾഡ്, കുവൈറ്റി, സിംഗപ്പൂർ, തുർക്കി, അങ്ങനെ കേരളത്തിന്റെ തനത് ട്രഡീഷണൽ ആഭരണങ്ങൾ ഉൾപ്പെടെ നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഗോൾഡ് മുദ്രയായിട്ടുള്ള HUID ഹോൾമാർക്ക് ആഭരണങ്ങൾ മാത്രമാണ് നമ്മുടെ സ്വന്തം ജ്വല്ലറിയിൽ വിൽക്കപ്പെടുന്നത്. ഇന്നത്തെ സ്റ്റാർസ് എന്ന് പറയുന്നത് കസ്റ്റമേഴ്സ് ആണ്, കസ്റ്റമർ മീറ്റ് ആണ് ഇന്ന് നമ്മൾ ഇവിടെ തുടങ്ങി വെച്ചിരിക്കുന്നത്. നമ്മൾ ഇന്നത്തെ ഒഫീഷ്യൽ ഫംഗ്ഷനിലേക്ക് കടക്കുകയാണ്. നമ്മുടെ എല്ലാ വിശിഷ്ടാതിഥികളും ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നിങ്ങളെ ഒറ്റവാക്കിൽ വലിയ ഒരു നമസ്കാരത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ കസ്റ്റമേഴ്സിനെയും ഈ ഒരു വലിയ കുടുംബത്തിന്റെ ഭാഗമായി ഇന്നിവിടെ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ കലാകാരന്മാരെയും ഒരിക്കൽ കൂടി ഇൻവൈറ്റ് ചെയ്യുകയാണ്. സോ ലെറ്റ്സ് ബിഗിൻ ദിസ് ഫംഗ്ഷൻ. സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖൻ, നമ്മുടെ ഫാമിലിയിലെ സ്വന്തം അംഗം മിസ്റ്റർ PM അബൂബക്കർ മാസ്റ്റർ ആണ് ഇന്ന് ഈ വേദിയിൽ സ്വാഗതം സമർപ്പിക്കുന്നത്. ഗോൾഡ് സിറ്റി ഡയറക്ടർ ബോർഡ് അംഗമാണ് അദ്ദേഹം. ഒരുപാട് സ്നേഹത്തോടു കൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഒപ്പം നിറഞ്ഞ കയ്യടികൾ നൽകുക ഇന്നത്തെ സ്വാഗത പ്രസംഗത്തിനായി. അദ്ദേഹത്തെ ഒരുപാട് സ്നേഹത്തോടു കൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. മിസ്റ്റർ PM അബൂബക്കർ മാസ്റ്റർ, ഗോൾഡ് സിറ്റി ഡയറക്ടർ ബോർഡ് അംഗം. യെസ്, പ്ലീസ് വെൽക്കം ടു ദി ഡയസ്. ബഹുമാന്യരായ കസ്റ്റമേഴ്സ്, ഗോൾഡ് സിറ്റിയുടെ പാർട്ട്നേഴ്സ്, കുടുംബങ്ങൾ, മറ്റ് രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക രംഗത്തുള്ള പ്രമുഖരെ, സുഹൃത്തുക്കളെ, 2001 വടകരയിൽ ഗോൾഡ് സിറ്റി എന്നൊരു സ്ഥാപനം തുടങ്ങിയത്. മഹാനായ പാണക്കാട് ശിഹാബ് തങ്ങളുടെ മഹനീയ കരങ്ങളാലാണ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. 2001 മുതൽ 2023 വരെയുള്ള 23 വർഷക്കാലം കസ്റ്റമേഴ്സിൻ്റെ എല്ലാ താല്പര്യങ്ങൾക്കും വിധേയമായിട്ടാണ് ഈ സ്ഥാപനം നടന്നു പോകുന്നത്. കൂടുതൽ ഇതിൻ്റെ പാർട്ട്നേഴ്സ് കൊള്ളലാഭം ഉണ്ടാക്കാനുള്ള ഒരു ശ്രമവും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. 23 വർഷക്കാലം സാധാരണക്കാരുടെ ഇടയിൽ വടകരയിലെ സാമൂഹ്യ സാംസ്കാരിക രംഗത്തുള്ള പ്രമുഖരുടെയൊക്കെ എല്ലാവരുടെയും പങ്കാളിത്തവും സഹകരണവും കൂട്ടായ്മയും ഞങ്ങൾക്കുണ്ടായിട്ടുള്ളൂ എന്നത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ 23 വർഷക്കാലം ഒരു വിധത്തിലുള്ള പരാതികളും ഇടം കൊടുക്കാത്ത വിധത്തിൽ നമ്മുടെ സ്റ്റാഫും മാനേജ്മെൻറ്റും ഒക്കെ വളരെ കൃത്യനിഷ്ഠയോടുകൂടി കാര്യങ്ങൾ നടത്തുകയും എല്ലാവിധ സഹകരണങ്ങളും ചെയ്തു കൊടുക്കുകയും അതോടൊപ്പം തന്നെ കസ്റ്റമേഴ്സിൽ നിന്ന് എല്ലാവിധത്തിലുള്ള സഹകരണങ്ങളും ഞങ്ങൾക്ക് ലഭിച്ചു എന്നത് ഈ സ്ഥാപനത്തിൻ്റെ വളർച്ചയിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. 23ാമത്തെ വർഷമാണ് ഇതിൽ ഡയമണ്ട് സെക്ഷൻ തുടങ്ങാനുള്ള ഒരു തീരുമാനം ഡയറക്ടർ ബോർഡ് എടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഫെബ്രുവരി മാസം 16-ാം തീയതി മഹാനായ പാണക്കാട് മുനവർ അലി ശിഹാബ് തങ്ങളുടെ മഹനീയ കരങ്ങളാൽ ഡയമണ്ട് സെക്ഷൻ്റെ ഉദ്ഘാടനവും നിർവഹിച്ചു. അതോടൊപ്പം തന്നെ ഞങ്ങൾ അതിനുശേഷം 3 മാസക്കാലം ഈ മെയ് 16 വരെയുള്ള 3 വർഷക്കാലം അവിടെ ഇരുന്ന് വരുന്ന കസ്റ്റമേഴ്സിൽ നിന്ന് ആ കൂപ്പൺ കൊടുത്തുകൊണ്ട് ആ കൂപ്പൺ ശേഖരിച്ച് വെക്കുകയും ആ കൂപ്പണിൽ നിന്ന് നറുക്കെടുത്തുകൊണ്ട് 10 കുടുംബങ്ങളെ നറുക്കെടുപ്പിൽ നിന്ന് വിധേയരാകുന്ന 10 കുടുംബങ്ങൾക്ക് വൈത്തിരി വില്ലേജ് റിസോർട്ടിൽ ഒരു ദിവസം രാത്രിയും പകലും ഫുള്ളായി ഉല്ലാസയാത്ര നടത്തുവാനും എല്ലാവിധ സൗകര്യങ്ങളോടുകൂടിയുള്ള ആഘോഷിക്കുവാനുള്ള ഒരു തീരുമാനവും ഡയറക്ടർ ബോർഡ് എടുത്തത് ഞാൻ സന്തോഷപൂർവ്വം ഇവിടെ അറിയിക്കുകയാണ്. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ്. ഈ യോഗത്തിൽ അധ്യക്ഷം വഹിക്കുന്ന ഞങ്ങളുടെ മാനേജിംഗ് ഡയറക്ടർ PK ഇബ്രാഹിം ഹാജിയാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യാൻ. അതോടൊപ്പം തന്നെ ഉദ്ഘാടനം ചെയ്യുന്നത് വടകരയിലെ മർച്ചൻസ് അസോസിയേഷൻ്റെ പ്രസിഡൻ്റായ അബ്ദുസലാം സാഹിബാണ്. അദ്ദേഹത്തെയും ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. അതോടൊപ്പം തന്നെ ആശംസ അർപ്പിക്കുന്നത് വടകര ഗോൾഡ് മർച്ചൻസ് അസോസിയേഷൻ സെക്രട്ടറി ഷൈജുവാണ്. അദ്ദേഹത്തെയും ഞാൻ ആദരപൂർവ്വം സ്വാഗതം ചെയ്യാൻ. അതോടൊപ്പം തന്നെ ഇവിടെ സന്നിഹിതരായ മുഴുവൻ ഉപഭോക്താക്കളെയും മാനേജ്മെൻറ്റ് പ്രതിനിധികളും കുടുംബാംഗങ്ങളും നാട്ടുകാരും എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട്
ഈ യോഗത്തിൽ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുവാൻ മാനേജിംഗ് ഡയറക്ടർ PK ഇബ്രാഹിം ഹാജിയെ കൊണ്ട് അപേക്ഷിക്കുകയാണ്. ഈ പരിപാടിയുടെ നന്ദി പ്രകാശനം ചെയ്യുന്നത് കാലാളത്ത് പോക്കർ ഹാജി ഡയറക്ടർ, അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അധ്യക്ഷ പ്രസംഗത്തിനായി അധ്യക്ഷത വഹിക്കുന്നതിനായി ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്ന മഹനീയ വ്യക്തിത്വം ഗോൾഡ് സിറ്റി വടകര മാനേജിംഗ് ഡയറക്ടർ മിസ്റ്റർ PK ഇബ്രാഹിം ഹാജി സാറാണ്. ഒരു നല്ല കൈയടി നൽകിക്കൊണ്ട് അദ്ദേഹത്തിനെ വേദിയിലേക്ക് ക്ഷണിക്കാം. എന്താണ് ഈ ഒരു 23 വർഷങ്ങളുടെ ജേണിയിൽ നമ്മളോടൊക്കെ പറയാനുള്ളത് എന്ന് കേൾക്കാൻ ഞങ്ങൾക്കും വലിയ ഇൻട്രസ്റ്റ് ഉണ്ട്. പ്ലീസ് വെൽക്കം. അസ്സലാമു അലൈക്കും. സ്നേഹാദരവുള്ള പ്രൗഢഗംഭീരമായ ഈ പരിപാടിയിൽ വന്നുചേർന്ന നല്ല ജനങ്ങളെ, സഹോദരി സഹോദരന്മാരെ, ഞങ്ങൾ ഈ 23 വർഷത്തെ കാലം പിന്നിട്ടിട്ടും ഞങ്ങളുടെ കൂടെ ഇന്നും നിങ്ങൾ സഹകരിക്കുന്ന ഞങ്ങളുടെ ഈ പ്രവർത്തനം ഞങ്ങളുടെ എല്ലാ ബിസിനസ്സിലും പങ്കാളികളായ നല്ലവരായ ജനങ്ങളാണ് ഇവിടെ ഇന്ന് തടിച്ചുകൂടിയിരിക്കുന്നത്. ഈ കഠിന വേദന, ഈ കഠിന ശക്തിയായ കടുപ്പുള്ള നമുക്ക് ചൂടിലും ഞങ്ങളുടെ ഈ എളിയ ക്ഷണം ക്ഷണിച്ച് നിങ്ങൾ ഇവിടെ എത്തിയതിൽ ആദ്യമായ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ നിന്ന് ഇതുവരെയായിട്ടും ആർക്കും തന്നെ ഒരു പറ്റാത്തൊരവസ്ഥ, ഒരു പിടിക്കാത്തൊരവസ്ഥ ഇതുവരെയായിട്ടും വന്നിട്ടില്ല. എല്ലാവർക്കും സന്തോഷമേ ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ജനങ്ങൾ ഞങ്ങളുടെ പിന്നിലുള്ളത്. ഇനിമേലിലും നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ ഞങ്ങൾക്ക് ആവശ്യമാണ്. ഇനിയും നമ്മൾ ഒരു കുടുംബം പോലെ നമ്മൾ ഇനിയും തുടർന്ന് പോകണം. മാത്രവുമല്ല, ഈ കൂടിയിരുന്ന എല്ലാവരും തന്നെ ഇപ്പോൾ സ്വർണ്ണവില 52, 55, 60 വരെ ആയിട്ടും ജനങ്ങൾ ആരും തന്നെ പിന്നോട്ട് പോയിട്ടില്ല. ഇനി നിങ്ങൾ വേണ്ടത് നാളെ തന്നെ 52 അല്ല 55 ആയാലും നിങ്ങളുടെ എല്ലാ സ്വർണവും മാറ്റി പുതിയത് വാങ്ങണമെന്നാണ് ഞാൻ ആദ്യമായി നിങ്ങളെ അറിയിക്കുന്നത്. അതുകൊണ്ട് നാളെ തന്നെ, വൈകാതെ നാളെ തന്നെ എല്ലാ സ്ത്രീകളും പുരുഷന്മാരുടെ ഭർത്താക്കന്മാരുടെ പറയണം, സ്വർണം മാറ്റിയെടുക്കണം, പുതിയ പുതിയ ഐറ്റംസ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും നാളെ തന്നെ തിക്കും തിരക്കുമായി ഞങ്ങളുടെ സ്ഥാപനങ്ങൾ എത്തണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. അടുത്തതായി ഈ വേദിയിൽ ഉദ്ഘാടനമാണ് നടക്കാൻ പോകുന്നത് ഇന്നത്തെ ഈ ചടങ്ങുകളുടെ. അതിനായി എത്തിച്ചേർന്നിരിക്കുന്ന ശ്രേഷ്ഠ വ്യക്തിത്വം വടകര മെർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് മിസ്റ്റർ M സലാം അവർകളെ ഒരുപാട് സ്നേഹത്തോടു കൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നിറഞ്ഞ കൈയടികൾ അദ്ദേഹത്തിന് സമർപ്പിക്കാം. ഈ ഒരു പരിപാടിക്ക് സ്വാഗതം ആശംസിച്ച അബൂബക്കർ മാസ്റ്റർ, അധ്യക്ഷത വഹിക്കുന്ന എൻ്റെ പ്രിയ സുഹൃത്ത് ഇബ്രാഹിം ഹാജി, ഗോൾഡ് മെർച്ചൻ്റ് അസോസിയേഷൻ്റെ ജനറൽ സെക്രട്ടറി, ആശംസ അറിയിക്കാൻ ഇവിടെ എത്തിയ എൻ്റെ പ്രിയ സുഹൃത്ത് ഷൈജു, പരിപാടിക്ക് നന്ദി അറിയിക്കുന്ന പോക്കർ ഹാജി, പ്രിയപ്പെട്ട ഗോൾഡ് സിറ്റി ഡയറക്ടർമാരെ, അതിൻ്റെ കസ്റ്റമർ മീറ്റിംഗ് ഇന്ന് നടക്കുകയാണ്. 23 വർഷം. നമുക്കറിയാം, വ്യാപാര മേഖലയിൽ ഓരോ വർഷവും വടകരയെ സംബന്ധിച്ചിടത്തോളം പുതിയ പുതിയ വ്യാപാര സ്ഥാപനങ്ങൾ ഉണ്ടാകാറുണ്ട്. വളരെ കൊട്ടിഘോഷിക്കുന്ന രീതിയിലുള്ള ഉദ്ഘാടനങ്ങൾ നടക്കാറുമുണ്ട്. ഉദ്ഘാടനങ്ങളെ നമ്മൾ അറിയാറുള്ളൂ. അത് പൂട്ടിപ്പോകുന്ന, ഇല്ലാതായി പോകുന്ന അവസ്ഥ നമ്മളാരും ശ്രദ്ധിക്കാറില്ല. അങ്ങനെയുള്ള ഇടങ്ങളിൽ ഒരു സ്ഥാപനം 23 വർഷം കൺസ്യൂമറെ ഇടയിൽ മനസ്സിൽ ജീവിച്ച് അത് വടകരയിൽ പ്രൗഢഗംഭീരമായി നിലനിൽക്കുക എന്ന് പറഞ്ഞാൽ തീർച്ചയായും ആ ഒരു സ്ഥാപനത്തിന്, ആ ഒരു ഷോപ്പിന് എന്തെങ്കിലും ചില പ്രത്യേകതകളുണ്ടായിരിക്കും. അത്തരം പ്രത്യേകതകളാണ് ഒരു ഷോപ്പിനെ നിലനിർത്തുന്നത്. എനിക്കറിയാം, ആ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ, എപ്പോൾ പോയി കഴിഞ്ഞാലും ഒരു ചിരിച്ചൊരു മുഖവുമായൊരു വ്യക്തി ഉണ്ടാകും. മകൾ ഫിറോസ്, നിങ്ങളുടെ മാനേജർ, ഇപ്പോൾ അയാൾ തന്നെയല്ലേ അല്ലേ ഫിറോസ്? എപ്പോൾ പോയാലും സലാമുക്കാന്ന് പറഞ്ഞിട്ട് ആര് പോയാലും, ഫാമിലി നമ്മൾ ഭാര്യയെ കൂട്ടിപ്പോയാലും വന്ന് ഒന്ന് ക്ഷയിക്കാൻ ചെന്ന് ഇരിക്കി, എന്താ വേണ്ടി ചോദിക്കുന്ന ഒരാളുണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം, കാരണം സ്വർണത്തിൻ്റെ വില എന്ന് പറഞ്ഞാൽ ഇന്ത്യ മുഴുവൻ ഒറ്റ വിലയാണ് പക്ഷേ. കാരണം വില കുറഞ്ഞിടത്ത് നോക്കിയിട്ട് ആരും പോകുന്നില്ല. പിന്നെ അതിൻ്റെ പണിക്കൂലിയിലാണ് നമ്മൾ നോക്കുന്നത്. അതോടൊപ്പം തന്നെ നല്ലൊരു സർവീസ് കിട്ടുകയാണെങ്കിൽ അവിടെ നമ്മൾ മറ്റൊന്നും നോക്കുകയില്ല. ഒരു കാര്യം വ്യക്തമാക്കാനുള്ളത്, ഗോൾഡ് സിറ്റിയുടെ അംബാസഡർമാർ സിനിമാ താരങ്ങളോ അതുപോലുള്ള സെലിബ്രിറ്റികളോ അല്ല. ഞാനത് ചോദിച്ചു.
ആ ഗോൾഡ് സിറ്റിയുടെ അംബാസഡർ ഇവിടെ ഇരിക്കുന്ന ഓരോ കൺസ്യൂമറുമാണ്. അതുകൊണ്ട് തന്നെയാണ് വടകരയിലെ സമൂഹം, വടകര ചുറ്റുമുള്ള സമൂഹം ഈ ഗോൾഡ് സിറ്റിയെ നെഞ്ചിലേറ്റിയിട്ടുള്ളത്. തീർച്ചയായും വടകര വ്യാപാര മേഖലയെ വീക്ഷിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് വടകരക്കാരുടെ ഇടയിൽ ഗോൾഡ് സിറ്റി എന്നും നിറഞ്ഞു നിൽക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഈ ഒരു പരിപാടി 23ാം വാർഷികം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നന്ദി സാർ, ഈ ഒരു കർമ്മം നിർവഹിച്ചതിന് ഒരുപാട് നന്ദി. അടുത്തതായി വേദിയിൽ ആശംസാ പ്രസംഗങ്ങളാണ് നടക്കാനിരുന്നത്. അതിൽ ഏറ്റവും സ്പെഷ്യലായ 3 പേരെ തന്നെയാണ് ഇന്ന് നമ്മൾ സെലക്ട് ചെയ്തത്. ഒരാൾക്ക് എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിൽ നമ്മൾ ഒരു നല്ല കയ്യടി അദ്ദേഹത്തിൻ്റെ സപ്പോർട്ടിന് നമ്മൾ നൽകുകയാണിപ്പോൾ. ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചൻ്റ് അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് മിസ്റ്റർ TK സതീഷ് കുമാർ അവർക്ക് ഒരു നല്ല കയ്യടി അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിൽ നമ്മളിപ്പോൾ നൽകുകയാണ് ഫോർ ദി സപ്പോർട്ട്. താങ്ക് യു. അടുത്തതായി വേദിയിലേക്ക് ആശംസാ പ്രസംഗങ്ങളുമായി എത്തിച്ചേരുന്നത് വടകര ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചൻ്റ് അസോസിയേഷൻ സെക്രട്ടറി മിസ്റ്റർ ഷൈജു MK അവർകളാണ്. വെൽക്കം ടു ദ ഡൈസ്. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഈ പരിപാടിയുടെ അധ്യക്ഷൻ ഇബ്രാഹിം സർ, സ്വാഗതം ആശംസിച്ച അബൂബക്കർ മാഷ്, അതുപോലെ തന്നെ ഇവിടെ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച വടകര മർച്ചൻ്റ് അസോസിയേഷൻ പ്രസിഡന്റ് അബ്ദുൽ സലാം ക, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. 23 വർഷക്കാലം വടകര ടൗണിൽ നല്ല രീതിയിൽ കച്ചവടം ചെയ്ത സ്ഥാപനമാണ് ഗോൾഡ് സിറ്റി. ഞാനും വടകര ടൗണിൽ ഒരു ചെറിയ കച്ചവടം ചെയ്യുന്ന ഒരാളാണ്. വടകര ടൗണിൽ നല്ല രീതിയിൽ തന്നെ എന്ന് പറയാം ഗോൾഡ് സിറ്റിയുടെ പ്രവർത്തനവും അവരുടെ കാഴ്ചപ്പാടുകളെല്ലാം. ഈ പരിപാടിയിൽ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ആശംസ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി ആശംസാ പ്രസംഗങ്ങളുമായി വേദിയിൽ എത്തിച്ചേരുന്നത് വടകര ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചൻ്റ് അസോസിയേഷൻ ട്രഷറർ മിസ്റ്റർ TK അഫ്സൽ സാറാണ്. പ്ലീസ് വെൽക്കം ടു ദ ഡയസ്. എന്താണ് ഈ ഒരു മൊമെന്റിൽ ഞങ്ങളോട് പറയാനുള്ളത് എന്ന് കേൾക്കാം. ഈ മഹത്തായ പരിപാടിയുടെ ഉദ്ഘാടകൻ വടകര മർച്ചൻ്റ് അസോസിയേഷൻ പ്രസിഡന്റ് M അബ്ദുസലാം, ഈ പരിപാടിക്ക് സ്വാഗതം പറഞ്ഞ അബൂബക്കർ മാസ്റ്റർ, പിന്നെ അധ്യക്ഷൻ ഇബ്രാഹിം ഹാജി. ഗോൾഡ് സിറ്റിയെ സംബന്ധിച്ചോളം വടകര വികസനത്തിൽ മുഖ്യ പങ്ക് വഹിച്ച ഒരു ജ്വല്ലറി എന്ന നിലയ്ക്ക് നല്ല ഒരു കസ്റ്റമറെ അവർക്ക് സ്നേഹിക്കാൻ സാധിച്ചു. അതേപോലെ തന്നെ വടകരയിൽ ഏകദേശം ഒരുപാട് ജ്വല്ലറികളുണ്ട്. അതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ജ്വല്ലറിയായി ഗോൾഡ് സിറ്റി നമുക്ക് കാണാൻ സാധിക്കും. എല്ലാവർക്കും വടകര AKGSMയുടെ ആശംസകൾ അറിയിക്കുന്നു. ഗോൾഡ് സിറ്റി വടകരയുടെ ഡയറക്ടർ ബോർഡ് മെമ്പറായ മിസ്റ്റർ പോക്കർ ഹാജി അവർകളെയാണ്. ഒരുപാട് സ്നേഹം, സന്തോഷം നിറഞ്ഞ കയ്യടികളോട് കൂടി തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു സാന്നിധ്യത്തെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. നന്ദി പ്രസംഗത്തിനായി. അസ്സലാമു അലൈക്കും. ഗോൾഡ് സിറ്റിയുടെ 23ാം വർഷം വാർഷികമാണ് നമ്മൾ കൊണ്ടാടുന്നത്. ഈ സദസ്സിൽ എത്തിച്ചേർന്ന എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. സലാമുക്ക പറഞ്ഞതുപോലെ ഒരു വാക്ക് ഞാൻ ഓർമ്മിക്കുകയാണ്. പല ഷോപ്പുകളും തുറന്നെങ്കിലും 1 മാസമോ 2 മാസമോ കഴിഞ്ഞാൽ അതില്ല, 6 മാസമോ കഴിഞ്ഞാൽ കാണലില്ല എന്നുള്ള അഭിപ്രായമാണ് സലാമുക്ക പറഞ്ഞത്. ഈ ഗോൾഡ് സിറ്റിക്ക് ശേഷം ഞാൻ തന്നെ 1 or 2 ഗോൾഡിൽ തന്നെ പാർട്ണറായിരുന്നു. പക്ഷേ ഇന്ന് അതൊന്നും ഇല്ലാത്തൊരവസ്ഥയാണ്. എന്നിരുന്നാലും ഗോൾഡ് സിറ്റി അതേ രൂപത്തിൽ തന്നെ, അത്രയും മഹിമയോടുകൂടി തന്നെ, അത്രയും അന്തസ്സോടുകൂടി തന്നെ, ഒരാളെ പരാതിയും കേൾക്കാതെ ഇന്നും 23 വർഷം കഴിഞ്ഞെങ്കിലും അത് തുടർന്നു പോരുകയാണ്. ഇനിയും ഒരുപാട് കാലം അതിന് തുടർന്നു പോകാനുള്ള ഭാഗ്യം അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും ബഹുമാനപ്പെട്ട ഉദ്ഘാടകൻ സലാമുക്ക, അധ്യക്ഷൻ ഇബ്രാഹിം ഹാജി, അബൂബക്കർ മാഷ്, പിന്നെ ട്യൂണിസ്റ്റൈന്
അഫ്സൽ എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്. നന്ദി സർ, ഒരുപാട് നന്ദി. ഈ വേദിയിൽ എത്തിച്ചേർന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി ഈ ഒരു നിമിഷത്തിൽ അർപ്പിക്കുകയാണ്. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. യെസ് പ്ലീസ്. തൊട്ടു മുൻപ് പ്രസംഗത്തിലൊക്കെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഒരുപാട് സർപ്രൈസസ് ആണ് ഇന്ന് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. വെറും എൻ്റർടൈൻമെൻറ്റ് മാത്രമല്ല. അപ്പോൾ ഇനി ആ ഒരു സർപ്രൈസിൻ്റെ സമയമാണ്. അത് എന്താണെന്നറിയാൻ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്? ഓടി വന്നേ വേഗം. ഉഷാറില്ലല്ലോ, മോനാണ് ആദ്യം ഓടിയെത്തിയത്. പേരെന്താ? ആരവ്. ആരവിന് നല്ലൊരു കൈയടി കൊടുത്തേ. ഇത്ര ആൾക്കാർ ഇരുന്നിട്ട് നമ്മുടെ ആരവാണ് ഓടി ആദ്യം എത്തിയത്. മോളുടെ പേരെന്താ? ഷസിയ. എവിടുന്നാ വരുന്നേ? മൂരാട്. മോൻ എവിടുന്നാ വരുന്നേ? കുരിക്കിലാട്. നമ്മുടെ ഷസിയക്ക് നല്ലൊരു കൈയടി കൊടുത്തേ. ദേ രണ്ടു മക്കളും നല്ല അടിപൊളിയായിട്ട് വളരെ കോൺഫിഡൻസോട് കൂടി വന്നിരിക്കുകയാണ്. ഗോൾഡ് സിറ്റിന്റെ ആഘോഷത്തിന് വന്നതല്ലേ. അപ്പൊ നമുക്ക് ഇവർക്കൊക്കെ കുറച്ച് ചെറിയ ഗിഫ്റ്റ് ഒക്കെ കൊടുത്താലോ? എങ്ങനെയുണ്ടാവും? കൊടുക്കട്ടെ? കൊടുക്കാന്ന് പറ. ചെറിയൊരു മോളല്ലേ ഉള്ളൂ, കൊടുക്കണ്ടേ? അന്നവർക്കൊക്കെ കൊടുക്കണം. അപ്പൊ ദാ ഒരു സർപ്രൈസ് എന്താണ് എന്നുള്ളത് പറയാൻ പോവാണ്. വയനാട് വൈത്തിരി 5 സ്റ്റാർ വില്ലേജ് റിസോർട്ടിൽ നിങ്ങൾക്ക് അടിച്ചു പൊളിക്കാൻ, ഒരു പകലും രാത്രിയും അടിച്ചു പൊളിക്കാനുള്ള ഒരു വലിയ അവസരമാണ് എന്തായാലും വന്നിട്ടുള്ളത്. 10 പേർക്കാണ് ആ ഒരു അവസരം ഇന്ന് നമ്മൾ നൽകുന്നത്. ആ 10 പേരിൽ ആദ്യത്തെ 5 ഭാഗ്യശാലികളെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. 5 പേരാണ് ഏറ്റവും ആദ്യം നമ്മൾ ചൂസ് ചെയ്യുന്നത്. ഒരാളുടെയാണ് ഇപ്പൊ എടുക്കാൻ പോകുന്നത്. റെഡിയല്ലേ? പേടിയുണ്ടോ? ഇല്ലല്ലോ. ഓക്കെ, നല്ലോണം എല്ലാവരും പ്രാർത്ഥിച്ചോ നമ്മുടെ പേരൊക്കെ കിട്ടണേ കേട്ടോ. യെസ്, നല്ലൊരു കൈയടി കൊടുത്തേ. ആളിത് ആദ്യത്തെ എടുത്തിട്ടുണ്ട്. ആരവ് ഡി സുരേഷ്, ദീപ്തി നിവാസ്, കുരിക്കിലാട്. ആരാണത്? മോനാണോ? വേദിയിലുണ്ട്. പൊളി. അപ്പൊ ഒരു നല്ല കൺഗ്രാറ്റുലേഷൻസ്. അടിച്ചു പൊളിക്കാനുള്ള ഒരു അവസരം വന്നിട്ടുണ്ട്. എന്താ മനസ്സിലായോ? സംബന്ധം മനസ്സിലായോ? മോനെയാണ് ഇതിൽ തെരഞ്ഞെടുത്തത്. എന്താ പറയാനുള്ളത്? ആരവ് ഡി സുരേഷ്, കുരിക്കിലാട്. അവന്റെ പേര് തന്നെ പറഞ്ഞൊന്ന് ഷൈൻ ചെയ്യാൻ നോക്കിയതാണ്. ഓക്കെ, അപ്പൊ എന്തായാലും ആളുടെ പേര് തന്നെ എടുത്തേക്കുന്നേ. അപ്പൊ നമുക്ക് കൊച്ചിനെ കൊണ്ട് തന്നെ എടുപ്പിക്കാം അല്ലേ? മോൾ ഒന്ന് അവിടെ വെയിറ്റ് ചെയ്തോളൂ, ഇപ്പൊ വിളിക്കാം കേട്ടോ. ഓക്കെ, ആരവ് വളരെ സ്മാർട്ടായിട്ട് ഓടി വന്ന് എന്തോ ടെലിപ്പതി ഉണ്ട് മോളെ കൊണ്ട്. ഇതേ ആരവിന്റെ പേരൊക്കെ എന്തായാലും എടുപ്പിച്ചിട്ടുണ്ട്. ഇത് ആരവാണിത്. സോ നെക്സ്റ്റ് നമ്മൾ അടുത്ത ഒരു പേര് എടുക്കാൻ പോവാണ്. ആരവ് വീട്ടുകാരുടെയാണ് എടുക്കാൻ പോകുന്നേ. ഓക്കെ, കുൽക്കാണ്, നല്ലോണം കുൽക്കാണ്. ഒരെണ്ണം എടുക്കണം, ഒരെണ്ണം എടുക്കാവൂ. യെസ്, ആരാണ് സർ അത്? സമീർ വി, വയലയിൽ അല്ലേ? എവിടെ ആളെവിടെ? സമീർ ആണോ സമീവ് ആണോ? സമീർ ആയിരിക്കും. കാണുന്നില്ല. ഒന്ന് വേദിയിലേക്ക് വരൂ, സന്തോഷം പങ്കിടണ്ടേ? യെസ്, നല്ലൊരു കൈയടി അദ്ദേഹത്തിന് കൊടുക്കാം. മിസ്റ്റർ സമീർ വി വേദിയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. നമസ്കാരം. എന്തുണ്ട് ഈ ഒരു സന്തോഷം? ഒരു ഭാഗ്യം തേടിയെത്തിരിക്കുകയാണ് ഈ ഒരു നിമിഷത്തിൽ. എന്താ പറയാനുള്ളത്? ഇവിടെ ഇരിക്കുന്ന സദസ്സിലിരിക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു ഭാഗ്യം വന്നതിൽ വളരെ ഹാപ്പിയാണ്. ഫാമിലിയുണ്ട്. ഗോൾഡ് സിറ്റിക്ക് എല്ലാവിധ ആശംസകളും. യെസ്, താങ്ക് യു സോ മച്ച് വേദിയിൽ എത്തിച്ചേർന്നതിന്, ആ ഒരു സന്തോഷം പങ്കുവച്ചതിന്. ഹലോ, പേരെന്താ? ആസിൽ. റെഡിയാണോ ഒരാളുടെ പേരെടുക്കാൻ? ഒരു കൂപ്പൺ എടുക്കാൻ പാടുള്ളൂ. റെഡി അല്ലേ? യെസ്, ഒരു നല്ല കൈയടി കൊടുത്തേ. നമ്മുടെ യുദ്ധഭൂമിയിലേക്ക് 2 പുതിയ പടന്മാർ എത്തിയിട്ടുണ്ടെന്നായാലും. ഓക്കെ, ഒരു പേര് മാത്രം എടുക്കുക. യെസ്, അടുത്ത ഭാഗ്യശാലി മാജിദ ചങ്ങോത് ഹൗസ്. എവിടെ മാജിദ? പ്ലീസ് വെൽക്കം ടു ദ ഡയസ്. നമുക്ക് 3 ഭാഗ്യശാലികളെ ഇതിനോടകം തന്നെ കിട്ടിക്കഴിഞ്ഞു. ആരവ്, സമീർ ആൻഡ് മാജിദ. സോ 4ാമത്തെ ആളെയാണ് നമ്മൾ സെലക്ട് ചെയ്യാൻ പോകുന്നത്. മോന്റെ പേരെന്താ? ഐമൻ. റെഡിയാണോ? ഒരു കൂപ്പൺ എടുക്കാം നമുക്ക്. ഓക്കെ, യെസ്, ഐമൻ നല്ലൊരു കൈയടി കൊടുത്ത എല്ലാവരും. അവന്റെ ആദ്യത്തെ ഒരു കൂപ്പൺ സെലക്ഷൻ ആണ് എന്തായാലും. ആമിന ഇനായ എം. നമ്മുടെ 5ാമത്തെ കൂപ്പൺ ആണ് ഇപ്പോൾ എടുക്കാൻ പോകുന്നത്. ഇനിയും 5 പേരെ കൂടി കാത്തിരിക്കുന്നുണ്ട് ഈ ഭാഗ്യം. പക്ഷെ അതിപ്പോഴല്ല, അതും ഒരു സർപ്രൈസ് ആണ് എപ്പോൾ വരും എന്നുള്ളത്. സോ ദ 5th നെയിം ഇസ് ദീപ ടി അശ്വതി കാർത്തി ഹൗസ്.
ദീപ ടി. Gold City, wide collections of jewels. Convent Road, Vadagara. Phone 0496 251 5315 252 3883. Event by Vijaya Visual Media.